നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഇടപെടൽ നടത്തി സർക്കാർ. രോഗബാധിതരായ തെരുവുനായ്ക്കളെ വെറ്റിനറി സർജന്റെ സാക്ഷ്യപത്രത്തിലൂടെ ദയാവധത്തിന് വിധേയമാക്കാമെന്ന് തീരുമാനം. നാളെ കർക്കിടകം 1. വ്രതശുദ്ധിയുടെയും ആധ്യാത്മികതയുടെയും നാളുകൾക്ക് തുടക്കമിട്ട് കർക്കിടക മാസാചരണം. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. സിസിടിവിയിൽ ദിവസവും രാവിലെയും വൈകിട്ടും 6:30 കർക്കിടക പുണ്യം രാമായണ പാരായണവും പ്രഭാഷണവും സംപ്രേഷണം ചെയ്യും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 19-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ. കൂറ്റനാട് കോതച്ചിറയിൽ കനത്ത മഴയിൽ വീട് തകർന്നു വീണു. കാറ്റിലും മഴയിലും മുനയ്ക്കക്കടവ് അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് അപകടം. 2 പേർ രക്ഷപ്പെട്ടു, ഒരാളെ കാണാനില്ല. ഈ മാസം 22 മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരത്തിൽ നിന്ന് ഒരു വിഭാഗം ബസ് ഉടമകൾ പിന്മാറി. ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറമാണ് സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത്. സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന് മറ്റ് സംഘടനകൾ. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരിലെ ബസ് സ്റ്റാൻഡ് ടെർമിനൽ ഓണത്തിന് മുമ്പ് ഭാഗികമായി തുറക്കാൻ നടപടികൾ സ്വീകരിക്കാൻ കൌൺസിൽ തീരുമാനം. കെട്ടിടത്തിന്റെ നിർമ്മാണം 80% പൂർത്തിയായി. സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള കാലാവധി ഓഗസ്റ്റ് 21 വരെ നീട്ടി നൽകി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഇടപെടൽ നടത്തി സർക്കാർ. രോഗബാധിതരായ തെരുവുനായ്ക്കളെ വെറ്റിനറി സർജന്റെ സാക്ഷ്യപത്രത്തോടെ ദയാവധത്തിന് വിധേയമാക്കാനാണ് തീരുമാനം. സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ഏതെങ്കിലും മൃഗത്തിന് രോഗം പടർത്താൻ കഴിയുന്ന തരത്തിൽ അസുഖമുണ്ടെന്ന് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ബോധ്യപ്പെട്ടാൽ അത്തരം രോഗം നിയന്ത്രിക്കുന്നതിനായി അവയെ ദയാവധത്തിന് വിധേയമാക്കുന്നതിന് 2023 ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയർ റൂളിൽ അനുമതി നൽകുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. മൃഗത്തിന് മാരകമായി പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ആരോഗ്യസ്ഥിതി ദയനീയമായ അവസ്ഥയിലാണെന്നോ വെറ്റിനറി വിദഗ്ധൻ സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ ദയാവധത്തിന് വിധേയമാക്കാം. ഈ നിയമം ഉപയോഗപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വ്രതശുദ്ധിയുടെയും ആധ്യാത്മികതയുടെയും നാളുകൾക്ക് തുടക്കമിട്ട് കർക്കിടക മാസാചരണം. മനസ്സും ശരീരവും ശുദ്ധി ചെയ്തുള്ള വ്രതാനുഷ്ഠാനങ്ങളുടെ പഞ്ഞമാസത്തെ ദുരിതങ്ങൾ മറികടക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. കർക്കിടക മാസം പൊതുവെ പഞ്ഞമാസമായാണ് അറിയപ്പെടുന്നത്. കോരിച്ചൊരിയുന്ന പെരുമഴ, ജോലിയും കൂലിയുമില്ലാതെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ, പലവിധ രോഗങ്ങൾ പിടിപെടുന്ന കാലം, ഇതൊക്കെയാണ് കർക്കിടകത്തെ ദുർഘടമാക്കി മാറ്റുന്നത്. ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടാനായി പൂർവികർ ഈ മാസം രാമായണ മാസമായി ആചരിക്കാൻ തുടങ്ങി. മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച വ്രതശുദ്ധിയോടെ ശ്രീരാമനെ ഭജിക്കുന്നതിലൂടെ സർവ്വവിഷമതകളും തീരുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. അതിനാൽ ക്ഷേത്രങ്ങളിലും വീടുകളിലുമെല്ലാം രാമായണശീലുകളാൽ ചൈതന്യപൂരിതമാകും. ക്ഷേത്രങ്ങളിലും വിവിധ പരിപാടികളോടെ രാമായണ മാസം ആചരിച്ചു വരുന്നുണ്ട്. രാമായണ മാസത്തിലെ നാലമ്പല ദർശനവും പുണ്യമാണ്. ദശരഥൻ പുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതിലൂടെ സർവ്വദുരിതങ്ങളും അകലുമെന്നാണ് വിശ്വാസം. ആയുരാരോഗ്യത്തിനും പ്രാധാന്യമുള്ളതാണ് കർക്കിടക മാസമെന്ന് ആയുർവേദവും അനുശാസിക്കുന്നു. കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സകൾ നടത്തുന്നതിലൂടെ അടുത്ത 1 വർഷം പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ശമനമുണ്ടാകും. ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് കർക്കിടക കഞ്ഞിയാണ്. പലവിധ പച്ചമരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന കർക്കിടക കഞ്ഞി സേവിക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷിയും ഉന്മേഷവും ഊർജവും ലഭിക്കും. കൂടാതെ ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, പഞ്ചകർമ്മ തുടങ്ങിയുള്ള ആയുർവേദ ചികിത്സകൾക്കെല്ലാം തിരഞ്ഞെടുക്കുന്നതും കർക്കിടക മാസമാണ്. പിതൃതർപ്പണത്തിനും ഏറെ വിശേഷപ്പെട്ട ദിവസം കർക്കിടകത്തിലെ വാവാണ്. കർക്കിടക വാവിന് പൂർവികർക്ക് ബലിയർപ്പിച്ചാൽ ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ വ്രതശുദ്ധിയുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ആയുരാരോഗ്യത്തിന്റെയും
ചിട്ടയോടെയുള്ള ഒരു മാസക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ചിങ്ങമാസത്തെ കേരളക്കര വരവേൽക്കും. കർക്കിടക മാസത്തോടനുബന്ധിച്ച് കർക്കിടക പുണ്യം രാമായണ പ്രഭാഷണവും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 6:30 CCTV ന്യൂസ് ചാനലിൽ സംപ്രേഷണം ചെയ്യും. ഗുരുവായൂർ മണികണ്ഠ വാര്യരാണ് പ്രഭാഷകൻ. കർക്കിടക മാസത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ദശപുഷ്പ പത്തില പ്രദർശനവും വിതരണവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്രമുറ്റത്ത് മഹാരുദ്രയജ്ഞാചാര്യൻ കീഴേടം രാമൻ നമ്പൂതിരി ദീപോജ്വലനം നടത്തി ആരംഭം കുറിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ വനിതാവേദി പ്രസിഡന്റ് ടി ദാക്ഷായണിയമ്മ അധ്യക്ഷത വഹിച്ചു. കർക്കിടക മാസത്തിലെ മുഖ്യദിനങ്ങളുടെ പ്രാധാന്യവും ആചാരവും അനുഷ്ഠാനങ്ങളും ശീലങ്ങളും ഔഷധസേവ, മുപ്പെട്ട് വെള്ളി, ഭക്ഷണ വിവരങ്ങൾ തുടങ്ങി സമഗ്ര വിവരങ്ങളടങ്ങിയ കർക്കിടകത്തിലെ നാട്ടറിവുകൾ എന്ന കൈപ്പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. പെരുന്തട്ട ക്ഷേത്രസമിതി പ്രസിഡന്റ് കോങ്ങാട്ടിൽ അരവിന്ദാക്ഷ മേനോന് കൈപ്പുസ്തകം നൽകി അനീഷ്മ ഷനോജ് പ്രകാശനം നിർവഹിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ MK ഹരിനാരായണൻ കർക്കിടക വിശേഷ വിവരണം നടത്തി. കൂട്ടായ്മ ഭാരവാഹികളായ KT ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ്, രവി ചങ്കത്ത്, ബാലൻ വാർനാട്ട്, ഹരിദാസ് മാമ്പുഴ, രാമകൃഷ്ണൻ ഇളയത്, വനിതാവേദി സെക്രട്ടറി രാധാ ശിവരാമൻ, ജയറാം ആലക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രസാദ പായസ വിതരണവുമുണ്ടായി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 19-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ മുന്നറിയിപ്പുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനം പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂറ്റനാട് കോതച്ചിറയിൽ കനത്ത മഴയിൽ വീട് തകർന്നു വീണു. ശബ്ദം കേട്ട് ഓടിയിറങ്ങിയതിനാൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് അമ്മയും മകനും. നാഗലശ്ശേരി പഞ്ചായത്തിലെ കോതച്ചിറ പടിക്കൽഞ്ഞാലിൽ വിജയരാജന്റെ വീടാണ് പൂർണ്ണമായും തകർന്നു വീണത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു അപകടം. ഓട്ടോ തൊഴിലാളിയായ വിജയരാജന്റെ ഭാര്യയും മകനും മാത്രമാണ് അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. വൈകുന്നേരം വീടിന്റെ മേൽക്കൂരയിൽ നിന്നും ശബ്ദത്തോടെ മൺതരികൾ വീഴുന്നത് കണ്ടതോടെ ഇരുവരും അപകടം മനസ്സിലാക്കി അടുക്കളവാതിലിലൂടെ പുറത്തേക്ക് ഓടിയിറങ്ങി. ഇതേസമയം തന്നെ വീടിന്റെ മേൽക്കൂരയും ചുമരുകളും അടങ്ങുന്ന മധ്യഭാഗം പൂർണ്ണമായും നിലംപൊത്തി. ഭാഗ്യം കൊണ്ടാണ് ഇരുവരും രക്ഷപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു. വൈകിട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. കാരണം ഇവിടെ ഈ വീട്ടില് വിജയരാജൻ, അവൻ്റെ വൈഫ്, കുട്ടി 3 പേരുണ്ടായിരുന്നു. ആ തത്സമയത്ത് ഭാര്യയുള്ള മകൻ മാത്രമേ റൂമിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഈ വലിയൊരു ശബ്ദത്തോട് ഇത് ഇടിഞ്ഞു വീണത്. അങ്ങനെ അവൻ്റെ വൈഫിനെ ഈ വിജയരാജൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ കാലിനൊരു വൈകല്യമാണ്, അസുഖ ബാധമായിട്ട്. അതങ്ങനെ കാല് വലിച്ചങ്ങനെ ഓടി പുറത്തേക്ക്. പിന്നെ മകനുണ്ടായിരുന്നു, മകനും ഓടി. അങ്ങനെ ഇത് ഒരു സൈഡ് മുഴുവൻ വീഴുണ്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ പിന്നിൽ കാണുന്ന ഈ ഭാഗമാണ് വീണത്. വീട്ടിന്റെ അടുക്കള ഭാഗത്തെ ചുമരും മുൻവശത്തെ ഭാഗവും മാത്രമാണ് ഇനി തകരാൻ ബാക്കിയുള്ളത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വീടിന്റെ മറ്റു ഭാഗവും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. നിലവിൽ വിജയരാജനും കുടുംബവും പ്രദേശത്തെ വാടക ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറി. മുനിക്കക്കടവ് അഴിമുഖത്ത് വള്ളം മറിഞ്ഞ അപകടം 2 പേർ രക്ഷപ്പെട്ടു, ഒരാളെ കാണാനില്ല. നാട്ടിക സ്വദേശിയുടെ സേനാപതി എന്ന വള്ളത്തിന്റെ കേരിയർ വള്ളമാണ് ശക്തമായ തിരമാലയിൽപ്പെട്ട് അഴിമുഖത്ത് മറിഞ്ഞത്. വള്ളത്തിലുണ്ടായിരുന്ന 3 തൊഴിലാളികളിൽ 2 പേർ ബഗ്ലാവ് കടലിലേക്ക് നീന്തി രക്ഷപ്പെട്ടു. വള്ളത്തിലുണ്ടായിരുന്ന കയ്പമംഗലം പഞ്ഞമ്പിള്ളി സ്വദേശി അൻസിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശക്തമായ കാറ്റും മഴയുമാണ് മേഖലയിൽ അനുഭവപ്പെടുന്നത്. മുനിക്കക്കടവ് കോസ്റ്റൽ ബോട്ടും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും രക്ഷാപ്രവർത്തനത്തിനായി തിരച്ചിൽ നടത്തി. ഈ മാസം 22 മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരത്തിൽ നിന്ന് ഒരു വിഭാഗം ബസ് ഉടമകൾ പിന്മാറി. ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറമാണ് സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത്. സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. അതേസമയം സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന് മറ്റ് സംഘടനകൾ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ നിരക്ക് വർദ്ധിപ്പിക്കണം, 140 കിലോമീറ്ററിന് മുകളിൽ പെർമിറ്റ് അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി പണിമുടക്ക് പ്രഖ്യാപിച്ചത്. മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ഇടയ്ക്കിടെയുള്ള പരിശോധനയും അന്യായ പിഴ ചുമത്തലും അവസാനിപ്പിക്കണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടിരുന്നു. പന്നിത്തടം സെന്ററിൽ സ്വകാര്യ വ്യക്തി നടത്തുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി.
ആക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിലാണ് വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കും വിധം സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി വിഷ്ണു ചിറമനേങ്ങാട് പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി. ആക്കിക്കാവ് റോഡിൽ നിന്നും പന്നിത്തടം സെന്ററിലേക്ക് വരുന്ന വാഹനങ്ങളുടെ കാഴ്ച മറയ്ക്കും വിധത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ദിനംപ്രതി അപകടങ്ങൾ നടക്കുന്ന പന്നിത്തടം സെന്ററിൽ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൂടുതൽ അപകടങ്ങൾക്കാണ് ഇടയാക്കുന്നത് എന്നും പരാതിയിൽ പറയുന്നു. മലയാള നോവൽ സാഹിത്യത്തിലെ ഇതിഹാസ കഥാകാരനാണ് ഉണ്ണികൃഷ്ണൻ പുതൂരെന്ന് എഴുത്തുകാരൻ പി. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഒരുപറ്റം ആനകളുടെയും മനുഷ്യരുടെയും പച്ചയായ ജീവിതം ആവിഷ്കരിച്ച പുതൂരിന്റെ മാസ്റ്റർ പീസായ ഇതിഹാസ കൃതിയാണ് ആനപ്പകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചങ്ങരംകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയുടെ ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റിന്റെയും ഫൗണ്ടേഷൻ ഓഫ് ഗുരുവായൂരിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 93-ാം ജന്മദിനാചരണവും ആനപ്പക നോവലിന്റെ ചർച്ചാ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ വിധിചക്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും പി. സുരേന്ദ്രൻ നിർവഹിച്ചു. കെ. വി. ഇസ്ഹാഖ് അധ്യക്ഷനായിരുന്നു. ഷാജി പുതൂർ, സോമൻ ചെമ്പ്രത്ത്, അബ്ദുട്ടി കൈതമുക്ക്, സജീവൻ നമ്പിയത്ത്, എ. പി. ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി. പൂരം അലങ്കോലപ്പെട്ടിട്ടും MR അജിത് കുമാർ ഇടപെടാത്തത് കർത്തവ്യലംഘനമാണെന്ന് DGP നൽകിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തൃശൂരിലെത്തിയ ADGP പൂരം അലങ്കോലപ്പെട്ടിട്ടും ഇടപെട്ടില്ല. പ്രശ്നങ്ങളുണ്ടായപ്പോൾ റവന്യൂ മന്ത്രി കെ. രാജൻ വിളിച്ചിട്ടും അജിത് കുമാർ ഫോണെടുത്തില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ADGPയുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് DGPയായിരുന്ന ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ റിപ്പോർട്ട്. പൂരം കലങ്ങിയതിൽ സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ADGPയുടെ ഔദ്യോഗിക വീഴ്ചയിൽ DGP അന്വേഷണം നടത്തിയത്. ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായാണ് പൂരം നടക്കുമ്പോൾ അജിത് കുമാർ തൃശൂരിലെത്തിയത്. തൃശൂരിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. തൃശൂർ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകും സംഘാടകരുമായി വാക്കുതർക്കമുണ്ടായത് മന്ത്രി കെ. രാജൻ ADGPയെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. രാത്രിയിൽ പൂരം അലങ്കോലപ്പെട്ടപ്പോൾ മന്ത്രി ആദ്യം വിളിച്ചത് ADGPയെയാണ്. തൃശൂരിലുണ്ടായ ADGP ഫോൺ എടുക്കുകയോ പ്രശ്നത്തിൽ ഇടപെടുകയോ ചെയ്തില്ലെന്നാണ് റിപ്പോർട്ട്. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരിലെ ബസ് സ്റ്റാൻഡ് ടെർമിനൽ ഓണത്തിന് മുമ്പ് ഭാഗികമായി തുറക്കാൻ നടപടികൾ സ്വീകരിക്കാൻ കൌൺസിൽ തീരുമാനം. കെട്ടിടത്തിന്റെ നിർമ്മാണം 80% പൂർത്തിയായിട്ടുണ്ട്. സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള കാലാവധി ഓഗസ്റ്റ് 21 വരെ നീട്ടി നൽകി. വാട്ടർ ATMകളുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി ചെയ്യുമെന്ന് ഉറപ്പാക്കിയ ശേഷം AMC പുതുക്കിയാൽ മതിയെന്ന് തീരുമാനിച്ചു. ഷീ ലോഡ്ജ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നുകൊടുക്കാത്ത വിഷയം പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉന്നയിച്ചു. ജനറേറ്റർ സ്ഥാപിക്കുന്നതിലും മറ്റുമുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളാണ് പ്രവർത്തനം തുടങ്ങുന്നത് വൈകാൻ കാരണമെന്ന് ചെയർമാൻ വിശദീകരിച്ചു. പടിഞ്ഞാറേ നടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ശോച്യാവസ്ഥ CS സൂരജ് ശ്രദ്ധയിൽപ്പെടുത്തി. AM ഷഫീർ, AS മനോജ്, KPA റഷീദ്, ബബിത മോഹൻ, ജീഷ്മ എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു. അന്യസംസ്ഥാന വിദ്യാഭ്യാസ ലോബിക്ക് വേണ്ടി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പണയം വയ്ക്കുന്ന മന്ത്രി R. ബിന്ദു രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KSU കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി മുഖ്യാതിഥിയായി. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഷാദുൽ എന്നിവർ സംസാരിച്ചു. KSU ജില്ലാ ഭാരവാഹികളായ അജിത് പെരുമ്പിലാവ്, ജോയൽ അബ്രഹാം, റാഷിദ് പെരുന്തുരുത്തി, ഷിനാസ് കരിയന്നൂർ, സത്യം തിവാരി എന്നിവർ നേതൃത്വം നൽകി. പഠനത്തിനൊപ്പം ഇനി തൊഴിൽ പരിശീലനവും. ഗുരുവായൂർ GUP സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ക്ലാസ് മുറിക്ക് തുടക്കമായി. തൊഴിൽ നൈപുണ്യം വളർത്താൻ ഗുരുവായൂർ GUP സ്കൂളിൽ ആരംഭിച്ച ക്രിയേറ്റീവ് കോർണർ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് നിർവഹിച്ചു. തുടർന്നു നടന്ന ചടങ്ങിൽ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഫീർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NJ ബിനോയ് പദ്ധതി വിശദീകരിച്ചു. GUP സ്കൂൾ പ്രധാനാധ്യാപിക ER സിന്ധു, MT സംഗീത, PC സന്ധ്യ എന്നിവർ സംസാരിച്ചു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയാണ് ക്രിയേറ്റീവ് കോർണർ സ്റ്റാർസ് പദ്ധതിക്ക് സാങ്കേതിക സഹായം നൽകുന്നത്. ജില്ലാതലത്തിൽ നടന്ന അധ്യാപകർക്കുള്ള ശില്പശാലയിൽ പരിശീലനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാലയത്തിൽ പ്രത്യേക ക്ലാസ് മുറിയൊരുക്കിയതിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഫാഷൻ ടെക്നോളജി, പ്ലംബിംഗ്, വുഡ് ഡിസൈനിംഗ്, പാചകം, അഗ്രികൾച്ചർ എന്നിങ്ങനെ 7 വിഷയങ്ങളിലുള്ള ഉപകരണങ്ങളാണ് ഉള്ളത്. സ്കൂളിലെ UP വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകുന്നത്. ചടങ്ങിൽ വിദ്യാലയ പ്രവർത്തനങ്ങൾ വാർത്തയാക്കാൻ
വിദ്യാർത്ഥികൾ ഒരുക്കിയ കുട്ടിപ്പത്രത്തിന്റെ ഉദ്ഘാടനവും നടന്നു. കളിയും ചിരിയും പാട്ടുമായി വിനോദയാത്ര നടത്തി വനിതാവേദി പ്രവർത്തകർ. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിലാണ് വനിതകളും കുട്ടികളും അടങ്ങുന്ന സംഘം ഏകദിന വിനോദയാത്ര സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നടത്തിയ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഉഷ പ്രഭുകുമാർ നിർവഹിച്ചു. വനിതാവേദി പ്രവർത്തകരും കുട്ടികളുമടക്കം 56 പേരാണ് യാത്രയിൽ പങ്കെടുത്തത്. കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം ഷീബ ചന്ദ്രൻ, വനിതാവേദി ചെയർപേഴ്സൺ ഗിരിജ ടീച്ചർ, കൺവീനർ സുമിത ശിവാനന്ദൻ, കോർഡിനേറ്റർ കീർത്തി സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സംഘത്തിന്റെ യാത്ര. അതിരപ്പള്ളി, വാഴച്ചാൽ, തുമ്പൂർമൊഴി എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കായിരുന്നു യാത്ര നടത്തിയത്. വീട്ടകങ്ങളിൽ ജോലികളുമായി ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഒരു ദിവസം ഉല്ലസിക്കാനുള്ള അവസരം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് വായനശാല വനിതാവേദി വിനോദയാത്ര സംഘടിപ്പിച്ചത്. രാവിലെ 8:30 പുറപ്പെട്ട സംഘം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി രാത്രി 9 മണിയോടെ തിരിച്ചെത്തി. കുന്നംകുളം ബെതനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025-26 അക്കാദമിക് വർഷത്തെ വിദ്യാർത്ഥി പ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചു. സ്കൂൾ ലീഡറായി ജൂവിൻ ബിജുവും അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായി ഐദിൻ അബൂബക്കറും ചുമതലയേറ്റു. പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥി പ്രതിനിധികൾ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. സ്കൂൾ പതാക ലീഡേഴ്സിന് കൈമാറി. അവരുടെ ഔദ്യോഗിക സ്ഥാനം രേഖപ്പെടുത്തിയ ബാഡ്ജ് അണിയിക്കുകയും ചെയ്തു. നേതൃത്വ മനോഭാവവും ഉത്തരവാദിത്വബോധവും ശരിയായ കാഴ്ചപ്പാടും വിദ്യാർത്ഥി പ്രതിനിധികളിൽ ഉണ്ടായിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ഓർമ്മിപ്പിച്ചു. വിദ്യാലയത്തിന്റെയും വിദ്യാർത്ഥികളുടെയും ഉന്നമനത്തിനു വേണ്ടി അവരുടെ കഴിവിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും വിദ്യാർത്ഥി പ്രതിനിധികൾ ഉറപ്പു നൽകി. PTA പ്രസിഡന്റ് PK ഷമീർ, അധ്യാപകരായ VM ജിഷ്ണു, TV ബിനിൻ എന്നിവർ നേതൃത്വം നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാവേദിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾക്ക് ശാരീരിക അതിക്രമങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി കൺവീനർ അഡ്വക്കേറ്റ് നിമ്മി ബിനോയ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാധീരം ട്രെയിനർ സെൻസായ് ജിൻസ വിദ്യാർത്ഥികൾക്കായി സെൽഫ് ഡിഫൻസ് ക്ലാസ് നയിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിൽ, സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ്, വനിതാവേദി ചെയർമാൻ ഭവ്യശ്രീ, ട്രഷറർ അഖില മുകേഷ്, എക്സിക്യൂട്ടീവ് അംഗം ഭാനുദാസൻ എന്നിവർ നേതൃത്വം നൽകി. സൗഹൃദ കോർഡിനേറ്റർ റീന പോൾ സ്വാഗതവും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ PI റിസിയ നന്ദിയും പറഞ്ഞു. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ വർഷത്തെ സ്കോളർഷിപ്പ് എൻഡോവ്മെന്റ് വിതരണം ജൂലൈ 19 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന സ്കോളർഷിപ്പ് പദ്ധതിയിൽ ഇതുവരെ 6100-ലധികം വിദ്യാർത്ഥികൾക്ക് 91 കോടി രൂപയുടെ സഹായം നൽകിയിട്ടുണ്ട്. മണപ്പുറം ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്യുന്ന 19 ലക്ഷം രൂപയുടെ 34 സ്കോളർഷിപ്പുകളും പൂർവ്വ വിദ്യാർത്ഥികൾ രൂപീകരിച്ച റൂട്ട്സ് വിജയികൾക്കുള്ള സ്കോളർഷിപ്പും വിദ്യയിൽ ഇലക്ട്രിക്കൽ പ്രോഗ്രാമിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും തൃശൂർ ജില്ലയിലെ സ്കൂളുകളിലെ വിജയികളായ വിദ്യാർത്ഥികൾക്കുമുള്ള സ്കോളർഷിപ്പുകളും വിതരണം ചെയ്യും. അത് ചാരിറ്റബിൾ ഓർഗനൈസേഷന് കീഴിലുള്ള കോളേജ് ആയതുകൊണ്ട് തന്നെ ഇതൊരു നോ പ്രോഫിറ്റ് നോ ലോസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ലൈസൻസിൽ കിട്ടുന്ന വരുമാനം മുഴുവൻ കുട്ടികളുടെ ഫീ കൺസെഷനായിട്ടും സ്കോളർഷിപ്പായിട്ടും തിരിച്ചു കുട്ടികൾക്ക് തന്നെ കൊടുക്കുകയും, അതായത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മാത്രം കണക്കെടുത്തുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ഒരു ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം 91 കോടി രൂപയോളം, ഏകദേശം 1 ബില്യൻ്റെ അടുത്ത് 91 കോടി രൂപയോളം നമ്മൾ 6000-ലധികം കുട്ടികൾക്കായിട്ട് സ്കോളർഷിപ്പായിട്ട് വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷവും ഇത് കണ്ടിന്യൂ ചെയ്യണം. വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പാട്രൺ ട്രസ്റ്റി PK ഗൗതമൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ചെയർമാൻ മധു S നായർ, മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ VP നന്ദകുമാർ എന്നിവർ മുഖ്യാതിഥികളാകും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VICT ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അഡ്വക്കേറ്റ് PN ഉണ്ണിരാജൻ, ട്രസ്റ്റി കോർഡിനേറ്റർ EG അശോകൻ, പ്രോഗ്രാം കൺവീനർമാരായ ഡോക്ടർ KA ജീവ, ഡോക്ടർ മേരി P വർഗീസ് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയിലെ ഹരിത കർമ്മസേന, ശുചീകരണ തൊഴിലാളികൾ എന്നിവയ്ക്കായി PP കിറ്റ് ഉപയോഗത്തിൽ ശരിയായ രീതി, ആവശ്യകത എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി നമസ്തേ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, ക്ലീൻ സിറ്റി മാനേജർ AV അജിത്, ഹെൽത്ത് ഇൻസ്പെക്ടർ M അജിത്, JHI PP വിഷ്ണു,
ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ശുചീകരണ വിഭാഗം തൊഴിലാളികൾ, സീവേജ്, സെപ്റ്റേജ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അറിയിപ്പ്: പുനേർകുളം ഇലക്ട്രിക്കൽ സെക്ഷന്റെ ലാൻഡ് ഫോൺ തകരാറിലായതിനാൽ പരാതികൾ അറിയിക്കുന്നതിന് ഉപഭോക്താക്കൾ 94 96 00 96 57 94 96 00 96 59 എന്നീ നമ്പറിലേക്ക് വിളിക്കണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. NCPS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് അനുസ്മരണ യോഗം നടത്തി. നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് M. സരോജിനിയമ്മ, NCP മുൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം EC ഗോപിനാഥൻ എന്നിവരെയാണ് അനുസ്മരിച്ചത്. അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത് ഉദ്ഘാടനം ചെയ്തു. NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് CL ജോയ് അധ്യക്ഷത വഹിച്ചു. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം MV പ്രശാന്ത്, NMC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M. പത്മിനി ടീച്ചർ, EA ദിനമണി, CK രാധാകൃഷ്ണൻ, AT പോൾസൺ, സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം വിജിത വിനുകുമാർ, MM അബ്ദുൾ ജലീൽ, വിൽസൺ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം നടത്തിയ തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ്, വാർഡ് മെമ്പർ വിമല നാരായണൻ, PTA പ്രസിഡന്റ് TJ ജെയിംസ്, പ്രധാനാധ്യാപിക ഷീജ, SMC പ്രതിനിധി രഘു, OSA സെക്രട്ടറി ആൽഫ്രഡ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ലഹരിക്കെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ട് നടത്തി. വിദ്യാലയത്തിന് ചുറ്റുമതിൽ ഉൾപ്പെടെ ഇല്ലാത്തത് കാരണം കുന്നിൻ ചെരുവിൽ നിന്നും വരുന്ന മഴവെള്ളവും ചെളിയും നിറഞ്ഞ ഗ്രൗണ്ട് വിദ്യാർത്ഥികൾക്ക് കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഈ വിഷയം മുൻനിർത്തിയാണ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ വകയിരുത്തി ഗ്രൗണ്ടിന് ചുറ്റുമതിലും കവാടവും ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കി ഗ്രൗണ്ട് നവീകരിച്ചതെന്നും വിദ്യാലയത്തിന് പുതിയ ഒരു പാചകപ്പുര നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ കൂടി അനുവദിക്കുകയും നടപടികൾ നടന്നുവരുന്നതായും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ പറഞ്ഞു. വടക്കേ പുന്നയൂർ GM LP സ്കൂളിൽ പാഴ്പുതുക്കം ഉത്സവം നടത്തി. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് സഞ്ചികൾ, ചവിട്ടികൾ, പഠനോപകരണങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയുണ്ടാക്കി. ചടങ്ങ് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുഹ്ര ബക്കർ അധ്യക്ഷത വഹിച്ചു. വിശ്വനാഥൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ സെലീന നാസർ, 6ാം വാർഡ് മെമ്പർ ഷൈബ ദിനേശൻ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക PC വിലാസിനി സ്വാഗതവും IRTC കോർഡിനേറ്റർ ആരിഫ നന്ദിയും പറഞ്ഞു. അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ അസഭ്യവർഷം നടത്തിയ സംഭവത്തിൽ ഒരാൾക്കെതിരെ കേസ്. നിസാർ കുമ്പിളിക്കെതിരെയാണ് തൃത്താല പോലീസ് കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബ്രഹ്മണ്യനെതിരെയാണ് സാമൂഹ്യമാധ്യമങ്ങളിൽ അസഭ്യവർഷമുണ്ടായത്. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെന്ന് അവകാശപ്പെടുന്ന സമൂഹമാധ്യമങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന നിസാർ കുമ്പിളയ്ക്കെതിരെയാണ് കേസ്. കോൺഗ്രസ് നേതാവ് VT ബൽറാമിനെതിരെ CV ബാലചന്ദ്രൻ വിമർശനം ഉന്നയിച്ചിരുന്നു. നൂലിൽ കെട്ടിയിറക്കിയ നേതാവാണ് VT ബൽറാം എന്നും VT ബൽറാമിന്റെ നയങ്ങൾ കാരണമാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നാലെ വലിയ വിവാദങ്ങൾക്ക് ഈ ആരോപണങ്ങൾ വഴിവെച്ചു. ഇതിനിടെയാണ് സുബ്രഹ്മണ്യൻ CV ബാലചന്ദ്രനോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത്. തൃത്താലയിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരുടെയും സുഖദുഃഖങ്ങളിൽ എന്നും കൂടെ നിൽക്കുന്ന നേതാവ് CV ഞങ്ങളുടെ ഓഫീസിൽ എന്ന തലക്കെട്ടോടെയായിരുന്നു ചിത്രം പങ്കുവച്ചത്. ഈ പോസ്റ്റിന് താഴെയാണ് നിസാർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത്. പിന്നാലെ സുബ്രഹ്മണ്യൻ തൃത്താല പോലീസിനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും പരാതി നൽകിയിരുന്നു. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർക്കിടകം 31 വരെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, ഭഗവത് സേവ എന്നിവ നടക്കും. എല്ലാ ദിവസവും വൈകിട്ട് 6:30 രമാ വിജയൻ രാമായണ പാരായണം നടത്തും. ജൂലൈ 20 ഞായറാഴ്ച തന്ത്രി ശശീന്ദ്രൻ ഭട്ടതിരിപ്പാട്, കാരുമത്ര നാരായണൻകുട്ടി എന്നിവരുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, രാവിലെ 8:30 മുതൽ ഔഷധക്കഞ്ഞി വിതരണം എന്നിവയുണ്ടാകും. കർക്കിടകം 30 രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അഖണ്ഡ നാമജപ യജ്ഞവും നടക്കുമെന്ന് പ്രസിഡന്റ് P. രാജൻ, സെക്രട്ടറി സുരേഷ് ബാബു പാലയ്ക്കൽ, വൈസ് പ്രസിഡന്റ് സുനിൽ പാറക്കാട്ട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശിവദാസൻ പരത്തിവളപ്പിൽ, വിജയൻ പരത്തിവളപ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാവക്കാട് ചേറ്റുവ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. അരമണിക്കൂർ നീണ്ട ഉപരോധത്തിനൊടുവിൽ ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകരെ നീക്കി. പാർട്ടി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഉസ്മാൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് റസാഖ് ആലുംപടി, ഒരുമനയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷിഹാബ്, മുംതാസ് കരീം, സുബറ റസാഖ്, നദീറ കുഞ്ഞുമുഹമ്മദ്, NK ഹുസൈൻ,
നൌഷാദ്, നൌഫൽ എന്നിവർ നേതൃത്വം നൽകി. മറ്റം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ നടീൽ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ് നിർവഹിച്ചു. മറ്റം മാർക്കറ്റ് റോഡിന് സമീപത്തായാണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. വൈസ് പ്രസിഡന്റ് എം ജോസ് അധ്യക്ഷനായി. ഭരണസമിതി അംഗങ്ങളായ KJ ബിജു, TI ജോബി, സിംസൺ കുത്തൂർ, ജെൻസി ജേസൺ, ഗ്ലോറി സജീവ്, ബാങ്ക് സെക്രട്ടറി CN ബ്രംഗീഷ്, ജീവനക്കാരായ പ്രശോഭ്, ജോയ്സി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വെണ്ട, പയർ, വഴുതന, കുറ്റിയമര, മുളക് തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ് ഓണത്തിന് പദ്ധതിയുടെ ഭാഗമായി നട്ടത്. വായനയുടെ പ്രകാശം പരത്തി എടക്കഴിയൂർ CD സാഹിബ് ഹൈസ്കൂളിലെ ന്യൂസ് പേപ്പർ ബോയ് അഖിലാഷൻ. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ജോഷി ജോർജ് വിദ്യാർത്ഥിയെ ഉപഹാരം നൽകി ആദരിച്ചു. ക്ലാസ് അധ്യാപിക പ്രിയങ്ക, കോർഡിനേറ്റർമാരായ സാൻഡി ഡേവിഡ്, ജോത്സന ടീച്ചർ, സഹപാഠികൾ എന്നിവർ സംബന്ധിച്ചു. അതിരാവിലെ സൈക്കിളുമായി ഇറങ്ങി പ്രമുഖ പത്രങ്ങളെല്ലാം വരിക്കാരുടെ വീടുകളിൽ എത്തിച്ച ശേഷമാണ് അഖിലാഷൻ സ്കൂളിലെത്തുന്നത്. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ പൊതുയോഗം ചേർന്നു. സ്കൂൾ ഹാളിൽ നടന്ന പൊതുയോഗത്തിൽ PTA പ്രസിഡന്റ് സജീവ് തരകൻ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ ഫാദർ ജേസൺ മാറോക്കി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക TT ബീന, അധ്യാപകരായ ബിന്ദു ലാസർ, ജിസ്മി ലോസ്, ലിൻസൺ പുത്തൂർ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു. 2025-26 വർഷത്തെ PTA ഭാരവാഹികളായി CL ഡൊമിനിക് പ്രസിഡന്റ്, സജീവ് തരകൻ വൈസ് പ്രസിഡന്റ് എന്നിവരെയും MPTA ഭാരവാഹികളായി സുരഭി പ്രസിഡന്റ്, ഹൻസി വൈസ് പ്രസിഡന്റ് എന്നിവരെയും തെരഞ്ഞെടുത്തു. രാസവളത്തിന്റെ വില വർധനവ് പിൻവലിക്കണമെന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം DKTF ജില്ലാ പ്രസിഡന്റ് KPA റഷീദ് ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി PK രാജൻ, പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ KM ജോർജിനെ നിയോജക മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. AA അബ്ബാസ്, സത്യനാഥൻ കുന്നത്തുള്ളി, സുനിത രാജു, ഷാജി ചീരോത്ത്, ഉഷാദേവി സുബ്രഹ്മണ്യൻ, സബീന റാഫി, PV വിൻസൻ, പ്രേംജിത്ത് അരിയന്നൂർ, KN മുരളീധരൻ, സുരേഷ് ബാബു ചൂണ്ടൽ എന്നിവർ സംസാരിച്ചു. കർഷക ദിനത്തോടനുബന്ധിച്ച് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും സംയുക്തമായി കർഷകരെ ആദരിക്കുന്നു. 11 വിഭാഗങ്ങളിലായാണ് അവാർഡുകളുള്ളത്. കർഷകർ ജൂലൈ 26-നകം കൃഷി വിവരങ്ങൾ സഹിതം അവാർഡിനുള്ള അപേക്ഷ കൃഷിഭവനിൽ നൽകേണ്ടതാണെന്ന് കാട്ടകമ്പാൽ കൃഷി ഓഫീസർ അറിയിച്ചു. ജൂലൈ 26 അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. വിപണി. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപുലമായ ശേഖരവുമായി മുണ്ടൂരിൽ ടെക്ലെയറ ഇൻഫോ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചു. ടെക്ലെയറ ഇൻഫോ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ 5ാമത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് 2 വീലർ നിർമ്മാതാക്കളും ബാറ്ററി എനർജി സ്റ്റോറേജിൽ മുൻപന്തിയിലുള്ള പ്യുർ ഇലക്ട്രിക്കിന്റെ കേരളത്തിലെ 5ാമത്തെയും തൃശൂർ ജില്ലയിലെ ആദ്യത്തെ ഷോറൂമുമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഷോറൂമിന്റെ ഉദ്ഘാടനം സേവ്യർ ചിറ്റ്ലപ്പിള്ളി MLA നിർവഹിച്ചു. സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം കൈപ്രമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ടീച്ചറും സോളാർ ഹോം ഓട്ടോമേഷന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ദീപക്കും നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി. ലെനിൻ, സ്ഥാപനോടമ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യം ബുക്ക് ചെയ്യുന്ന 100 പേർക്ക് 2000 രൂപയുടെ സ്പെഷ്യൽ ഓഫർ നൽകുന്നുണ്ട്. കൂടാതെ ആദ്യം ഡെലിവറി എടുക്കുന്ന 100 പേരിൽ നിന്ന് 3 പേർക്ക് സ്വർണ്ണ നാണയം നേടാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ടെക്ലെയറ ഇൻഫോ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ്, JJ ബിൽഡിംഗ്, മുണ്ടൂർ. ഫോൺ 9995678090 9567678090. KSSPU ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർക്ക് സ്വീകരണം നൽകി. മുതുവട്ടൂർ ശിക്ഷക് സദൻ മിനി ഹാളിൽ നടത്തിയ കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KA രമേഷ് കുമാർ സംസ്ഥാന പ്രസിഡന്റിനെ ആദരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ നവാഗതരെ സ്വീകരിച്ചു. K തങ്ക, MB പ്രമീള, K ബാലമോൻ, KA വാസു, NP രാധാകൃഷ്ണൻ, PK ജേക്കബ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PK ബീന സ്വാഗതവും ട്രഷറർ MG ഹരിദാസ് നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,040 രൂപ, പവന് 72,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 120 രൂപ. ചരമം ചാവക്കാട് അമൃത സ്കൂളിന് കിഴക്കുവശം താമസിക്കുന്ന കറുപ്പം വീട്ടിൽ കോഴിശ്ശേരി പരേതനായ കുഞ്ഞാമുണ്ണി മകൻ പുളിച്ചാറം വീട്ടിൽ ഉബൈദ് നിര്യാതനായി. 88 വയസ്സായിരുന്നു. ഖബറടക്കം മണത്തല പള്ളി ഖബർസ്ഥാനിൽ നടന്നു. സാറു ഭാര്യയും ഇമാമുദ്ദീൻ, ഇസ്മയിൽ, ബഷീർ, ജമീല, താഹിറ, ഷൈല എന്നിവർ മക്കളുമാണ്. ചിറനെല്ലൂർ കവലക്കാട് ജോൺസൺ മകൻ ക്രിസ്റ്റഫർ നിര്യാതനായി. 30 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചിറനെല്ലൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. അവിവാഹിതനാണ്. ഡെയ്സി മാതാവും ലയന സഹോദരിയുമാണ്. തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിലെ കോമരം മുല്ലക്കര ഗോവിന്ദൻകുട്ടി നായർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു. തങ്കം ഭാര്യയും ഗോപൻ, ഗോപിക എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഇടപെടൽ നടത്തി സർക്കാർ. രോഗബാധിതരായ തെരുവുനായ്ക്കളെ വെറ്റിനറി സർജന്റെ സാക്ഷ്യപത്രത്തോടെ ദയാവധത്തിന് വിധേയമാക്കാമെന്ന് തീരുമാനം. നാളെ കർക്കിടകം 1. വ്രതശുദ്ധിയുടെയും ആധ്യാത്മികതയുടെയും നാളുകൾക്ക് തുടക്കമിട്ട് കർക്കിടക മാസാചരണം. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. CCTVയിൽ ദിവസവും രാവിലെയും വൈകിട്ടും 6:30 കർക്കിടക പുണ്യം രാമായണ പാരായണവും പ്രഭാഷണവും സംപ്രേഷണം ചെയ്യും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 19-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ. കൂറ്റനാട് കോതച്ചിറയിൽ കനത്ത മഴയിൽ വീട് തകർന്നു വീണു. കാറ്റിലും മഴയിലും മുനയ്ക്കക്കട വഴിമുഖത്ത് വള്ളം മറിഞ്ഞ അപകടം. 2 പേർ രക്ഷപ്പെട്ടു, ഒരാളെ കാണാനില്ല. ഈ മാസം 22 മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരത്തിൽ നിന്ന് ഒരു വിഭാഗം ബസ് ഉടമകൾ പിന്മാറി. ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറമാണ് സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത്. സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന് മറ്റ് സംഘടനകൾ. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരിലെ ബസ് സ്റ്റാൻഡ് ടെർമിനൽ ഓണത്തിന് മുമ്പ് ഭാഗികമായി തുറക്കാൻ നടപടികൾ സ്വീകരിക്കാൻ കൌൺസിൽ തീരുമാനം. കെട്ടിടത്തിന്റെ നിർമ്മാണം 60% പൂർത്തിയായി. സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള കാലാവധി ഓഗസ്റ്റ് 21 വരെ നീട്ടി നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.